ഇന്ത്യയിലെത്തിച്ച മുംബൈ ഭീകരാക്രമണ കേസ് സൂത്രധാരൻ തഹാവൂർ റാണയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി NIA. ഔദ്യോഗിക നടപടി ഡൽഹി വിമാനത്താവളത്തിൽ വെച്ച്. റാണയെ അമേരിക്കയിൽ നിന്ന് ഡൽഹിയിൽ എത്തിച്ചത് പ്രത്യേക വിമാനത്തിൽ. ചോദ്യം ചെയ്യുക NIA DG അടക്കം 12 ഉദ്യോഗസ്ഥർ. തഹാവൂർ റാണയുടെ ചിത്രം പുറത്തുവിട്ട് NIA. തൃശൂർ മാളയിൽ നിന്ന് കാണാതായ 6 വയസ്സുകാരന്റെ മൃതദേഹം കണ്ടെത്തി. കൊലപാതകമെന്ന് പോലീസ്. മരിച്ചത് UKG വിദ്യാർത്ഥി ആബേൽ. 20കാരൻ പോലീസ് കസ്റ്റഡി. വയനാട് ദുരന്തബാധിതരുടെ വായ്പ എഴുതി തള്ളുന്നതിൽ ഇടക്കാല ഉത്തരവുമായി ഹൈക്കോടതി. കേന്ദ്രവും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും വിവേചനാധികാരം പ്രയോഗിക്കണം. ദുരന്ത നിവാരണ നിയമത്തിലെ സെക്ഷൻ 13 പ്രകാരം തീരുമാനമെടുക്കണമെന്ന് ആവശ്യം. വായ്പ എഴുതി തള്ളാൻ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകണമെന്നും കോടതി. ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഹിയറിംഗിന് വിളിച്ചതിന് പിന്നാലെ ഉപാധികൾ വെച്ച് സസ്പെൻഷനിലായ N പ്രശാന്ത് IAS. ഉപാധികൾ ഉന്നയിച്ച് ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകി. ഹിയറിംഗ് ലൈവ് സ്ട്രീം ചെയ്യണമെന്നും റെക്കോർഡ് ചെയ്യണമെന്നും ആവശ്യം. സസ്പെൻഷനിലുള്ള പ്രശാന്തിനെ നേരിട്ട് കേൾക്കാൻ സമയം അനുവദിച്ചത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം. പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ ആത്മഹത്യയിൽ പ്രതികളായ 19 വിദ്യാർത്ഥികളെ സർവകലാശാല പുറത്താക്കി. വിദ്യാർത്ഥികൾ കുറ്റക്കാരെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയതായി വെറ്റിനറി സർവകലാശാല. നടപടി ഹൈക്കോടതിയെ അറിയിച്ചു. മറുപടി സിദ്ധാർത്ഥന്റെ അമ്മയുടെ ഹർജി. മുനമ്പത്തെ വഖഫ് ഭൂമിയുടെ സ്വഭാവം പരിശോധിക്കാൻ കോഴിക്കോട് വഖഫ് ട്രിബ്യൂണൽ. ഭൂമി വഖഫ് ആണോ ദാനമാണോ എന്ന് പരിശോധിക്കും. പറവൂർ സബ് കോടതിയും ഹൈക്കോടതിയും ഭൂമിയുടെ കൈവശാവകാശം മാത്രമാണ് തീരുമാനിച്ചിരുന്നതെന്ന് ട്രിബ്യൂണൽ. കുടൽമാണിക്യം ക്ഷേത്രത്തിൽ ജാതി വിവേചനത്തെ തുടർന്ന് രാജിവെച്ച കഴകം ജീവനക്കാരന്റെ ഒഴിവ് നികത്താൻ നടപടി. ചേർത്തല സ്വദേശി അനുരാഗിന് അഡ്വൈസ് മെമ്മോ അയച്ച് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ്. നിയമനവുമായി മുന്നോട്ട് തന്നെയെന്ന് ബോർഡ് ചെയർമാൻ KB മോഹൻദാസ്. മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് ആശാപ്രവർത്തകർ. 3000 രൂപയെങ്കിലും ഓണറേറിയം കൂട്ടാതെ സമരം പിൻവലിക്കില്ല. ആശാസമരത്തെ മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞത് തെറ്റെന്ന് പ്രതിപക്ഷ നേതാവ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ CPI ഉദ്യോഗാർത്ഥികളുടെ നിരാഹാര സമരം തുടരുന്നു. സ്വർണത്തിന്റെ കുതിപ്പിൽ പകച്ച് സാധാരണക്കാർ. വിവാഹ സീസണിലെ സർവ്വ റെക്കോർഡും തകർത്തുള്ള വിലക്കയറ്റം ഇരുട്ടടി. ഇന്ന് മാത്രം കൂടിയത് പവന് 2160 രൂപ. വില കൂടാൻ വഴിയൊരുക്കിയത് ട്രംപ് ചൈന പോര്. രാജ്യങ്ങൾക്ക് മേൽ ചുമത്തിയ തിരിച്ചടി തീരുവ മരവിപ്പിച്ച് ഡൊണാൾഡ് ട്രംപ്. ചൈന ഒഴികെയുള്ള രാജ്യങ്ങൾക്കുള്ള 90 ദിവസത്തേക്ക് തീരുവ 10%. ചൈനയ്ക്ക് മേൽ 125% അധിക തീരുവയും ഏർപ്പെടുത്തി. ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ കുതിച്ചുയർന്ന് അമേരിക്കൻ ഓഹരി വിപണി.